ഈ കരച്ചിൽ നിർത്തിയാൽ തിരക്കേടില്ല. നിങ്ങൾ സിനിമാക്കാരാണെന്ന് അറിഞ്ഞാണ് ഞാൻ ഇങ്ങോട്ട് വരുത്തിയത്. ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ ക്രൂസേ, അന്റെ സിനിമ കണ്ടോ ആരോ ആണ് ഈ പണി ചെയ്തത്. സത്യം, മേലെ ഞാൻ സിനിമ ഡയറക്റ്റ് ചെയ്തില്ല. അങ്ങനെയല്ല, ഇനിയും സിനിമ ചെയ്യണം. അയ്യോ, ഇനി തട്ടിക്കൊണ്ടുവരാനാണോ? കർഷക തൊഴിലാളിയായ എൻ്റെ അമ്മ പാടത്ത് പണിയെടുത്തുകൊണ്ടിരുന്നപ്പോൾ അതുവഴി വന്ന മുതലാളി ജമീന്ദാർ എന്നൊക്കെ വിളിക്കാം എൻ്റെ അമ്മയെ കടന്നു പിടിച്ചു. അയ്യോ, ഇനി ഞങ്ങൾക്ക് ഒരു പങ്കുമില്ലേ, ഒരു പങ്കുമില്ലേ. കാര്യം ഇതൊക്കെ. അമ്മയുടെ അരിവാൾ വാങ്ങി അയാളുടെ കാല് ഞാൻ വെട്ടി. സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കെല്ലാം ഗുണ്ടകളെ സപ്ലൈ ചെയ്യുന്നത് ഞാനാണ്. നിങ്ങളെ പേര് ബുള്ളറ്റ് അനിയനാണോ? അനിയനാണോ? കഴിഞ്ഞ വർഷം തമിഴ് സിനിമാ രംഗത്ത് കോളിളക്കം സൃഷ്ടിച്ച ഒരു സംഭവം ഉണ്ടായിരുന്നു. പ്രൊഡ്യൂസറുമായി പിണങ്ങിപ്പിരിഞ്ഞ ഒരു നടിയെ തട്ടിക്കൊണ്ടുപോയി കാറിൽ വെച്ച് മാനഭംഗപ്പെടുത്തുക. ആ കൊട്ടേഷൻ ഞാനാണ് ഏറ്റെടുത്തത്. ഇപ്പം നിങ്ങൾ ഇങ്ങോട്ട് വിളിപ്പിച്ചത് എൻ്റെ ഒരു ആഗ്രഹം പൂർത്തീകരിക്കാനാണ്. എൻ്റെ കഥ സിനിമയാക്കിയാൽ കൊള്ളാമെന്ന് എനിക്കുണ്ട്. സിനിമ? അതെ. അല്ല, കഥ കേട്ടിട്ട് ഒരു സിനിമയ്ക്ക് പറ്റിയ ത്രട്ടൊക്കെ ഉണ്ട് സർ. അല്ല, ഇതിനേക്കാളും കൂടുതൽ അനുഭവങ്ങൾ എനിക്കുണ്ട്. ഞാനൊന്നും പറഞ്ഞില്ല, പറഞ്ഞു തുടങ്ങിയതേ ഉള്ളൂ. അനുഭവങ്ങൾ നിറച്ചുമുള്ള ഒരു വ്യക്തിയുടെ തെറ്റിന്റെ വഴികളിലൂടെ സഞ്ചരിച്ചു എന്ന് പലർക്കും തോന്നുന്ന ആ കഥ വെള്ളിത്തിരയിൽ വരുമ്പോൾ ജനങ്ങൾ അറിയണം ഈ കൽമാടിയാർ ആരാണ്. നിങ്ങൾക്കറിയാമോ? എൻ്റെ ദുഷ്ചെയ്തികളിൽ പ്രതിഷേധിച്ചിട്ടാവാം എൻ്റെ ഭാര്യയും കുട്ടികളും ഇന്ന് എന്നോടൊപ്പമില്ല. അവർ പിണങ്ങി താമസിക്കുകയാണ്. അവരുടെ മനസ്സിൽ എന്നെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകളൊക്കെ മാറ്റണം. നിങ്ങൾ സംവിധായകനാണെന്ന് എനിക്കറിയാം. നിങ്ങളുടെ ചിത്രങ്ങളെക്കുറിച്ച് എൻ്റെ കൂട്ടാളികൾ തന്നെ പറഞ്ഞു. കഥാകൃത്ത നിലയിൽ കാതിരൻ കാഞ്ഞിരമറ്റത്തിനെ കുറിച്ചും ഞാൻ അന്വേഷിച്ചറിഞ്ഞു. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ കഥ ഭംഗിയായി എഴുതാൻ കഴിയും എന്നെനിക്കറിയാം. നിങ്ങളുടെ കൂട്ടുകാരൻ മൊയ്തും കൂടി ചേരുമ്പോൾ ഒരു നല്ല സിനിമയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും. അല്ല, കൽമാടിയാരെ വേറൊരു പ്രശ്നമുണ്ട്. എന്താണ്? ഈ സിനിമയൊക്കെ എടുക്കാൻ പറയാന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. പക്ഷെ ഇപ്പൊ ഞങ്ങൾക്ക് ഉള്ള സിനിമയ്ക്ക് പോലും പ്രൊഡ്യൂസർ ഇല്ലാതിരിക്കുക. ഈ പ്രൊഡ്യൂസർ ഇല്ലാതെ ഇപ്പൊ എങ്ങനെ കൽമാടിയാരെ അങ്ങയുടെ കഥ സിനിമയാക്കുക അല്ലേ? അതിന്റെ കാര്യം എനിക്ക് വിട്ടു തന്നേക്കോ. ഈ ചിത്രം നിർമ്മിക്കുന്നതും ഞാൻ തന്നെയായിരിക്കും. ഈ സിനിമ കൽമാടിയെ നിർമ്മിക്കാന്ന്? അല്ല, ചുരുക്കം പറഞ്ഞ പടം റിലീസ് ഫസ്റ്റ് ഷോ കഴിഞ്ഞാൽ ഭാര്യയും മക്കളും വീട്ടിൽ ഇരിക്കണം. അതെ, അവർ വീട്ടിലെത്തണം. അതാണ് ഈ സിനിമ കണ്ട അവർ കരയണം. ജനങ്ങൾ മാത്രമല്ല, എല്ലാവർക്കും വിഷമം തോന്നണം. കൽമാടിയാർ ആരാണ് എന്ന സത്യം അവർ മനസ്സിലാക്കണം. കൽമാടിയല്ലേ, ഞാനൊരു വെറുതെ ഒരു കാര്യം പറയട്ടെ. ഇപ്പൊ നിങ്ങളെ ഭാര്യനെയും മക്കളെയും കൂട്ടി കൊണ്ടുവരാനാണേൽ ഒരു സിനിമ എടുക്കണമെന്നുണ്ടോ? ഫോൺ ചെയ്ത് നിങ്ങളെ കഥ പറഞ്ഞു കൊടുത്താൽ പോരെ? നേരിട്ട് പറഞ്ഞാൽ അവർ വിശ്വസിക്കണമെന്നുണ്ടോ മൊയ്തു? അതാണ്, സിനിമ എടുത്താലേ വിജയിക്കൂ. മാത്രമല്ല, ഇന്ന് എവിടെ ചെന്നാലും കൽമാടിയാരോടുള്ള ഭയം മാത്രമേ ജനങ്ങൾക്കുള്ളൂ. അതല്ല, അവർക്ക് എന്നോട് സ്നേഹം വരണം. അല്ല കൽമാടി, അപ്പൊ നമ്മൾ പറഞ്ഞ എന്താ അറിയോ, ഇതിങ്ങനെ സിനിമ എടുക്കാന്ന് പറഞ്ഞാൽ അതിന് കൊറേ പൈസയാവും. അപ്പൊ ഒരു കോടി ഉറുപ്പ്യൊക്കെ വേണ്ടി വരൂലടാ. ഈടാ മോഹിച്ചിന് 1 കോടി രൂപയ്ക്ക് എങ്ങനെയാണ് ഒരു സിനിമ ഇപ്പൊ എടുക്കാൻ പറ്റുന്നത്? ഇത് ബിഗ് ബഡ്ജറ്റ് പടം, ഗുണ്ടാ സംഘത്തിന്റെ കഥയല്ലോ. അതെ, ഈ ഗുണ്ടാ സംഘത്തിന്റെ കഥ എന്ന് പറയുമ്പോൾ കുറഞ്ഞതൊരു 150 ടാറ്റാ സുമോ, 2500 വടിവാള്. ഇതിന് തന്നെ കോസ്റ്റ് എത്ര? ശരിയാ, ഈ ഒരു ആർട്ടിസ്റ്റ് ഒരുപാട് വേണം. 1 കോടിക്ക് നിൽക്കത്തില്ല. ഒരു 1.5. നിങ്ങൾ എത്രയാണ് ഉദ്ദേശിക്കുന്നത് കോസ്റ്റ്? ഞങ്ങൾ ഉദ്ദേശിക്കുന്ന മാക്സിമം ഒരു 2.5 കോടി. 3 വന്നതല്ലേ? അത് നിർത്താം. 5 കോടി ഞാൻ തരാം. എന്താ പറഞ്ഞ ഞങ്ങള്? 5 കോടി ഞാൻ തരും. 5 കോടി എന്നാ? വടിവാള് കയ്യിലുണ്ടെന്നുള്ള ആള് പാവമാണ്. ഞങ്ങളെ റെഡി. ഇന്ന് അഡ്വാൻസ് കൊടുക്കാം. മമ്മൂട്ടി വേണം, മോഹൻലാൽ വേണം? മമ്മൂട്ടിയും വേണ്ട, മോഹൻലാലും വേണ്ട. ഷാറുഖ് ഖാൻ?
ഷാറുഖ് ഖാനും വേണ്ട, ആരും വേണ്ട. ഇവര് തമിഴ്നാടല്ലേ, വിജയിനെ വെക്കാൻ വെക്കില്ലേ? വിജയിക്കാം. അവരും വേണ്ട. കൽമാടിയാരുടെ വിഷമം അറിയുന്ന ഒരു വ്യക്തിയായിരിക്കണം കമൽഹാസൻ. കൽമാടിയാരുടെ വേഷം. കമലഹാസനാണോ ഇങ്ങനത്തെ വേഷത്തിനൊക്കെ ഉസാറാ? നായക സിനിമയിലൊക്കെ ചെയ്തിട്ടുണ്ടല്ലേ? കമലഹാസന് കൽമാടിയാരുടെ വേദന അറിയാമെന്ന് ആര് പറഞ്ഞു? കൽമാടിയാരായി അഭിനയിക്കുന്നത് ഈ കൽമാടിയാർ തന്നെയാണ്. എന്തും ഭാര്യ മക്കളെ അങ്ങോട്ട് പറഞ്ഞു വിടാനാണോ അങ്ങോട്ട് വിളിച്ചോണ്ട് വരാനാണോ? പിന്നെ ഗുണ്ടകൾക്ക് അഭിനയിക്കാൻ അറിയില്ലെന്നാണ്. അല്ല, അങ്ങനെ അഭിനയം മാത്രം പോരല്ലോ. അല്ല, ഇനിയിപ്പോ ഈ കഥ എഴുതുമ്പം സിനിമ എന്ന് പറഞ്ഞാൽ എല്ലാ രീതിയിലും എല്ലാം ഉണ്ടാവണമല്ലോ. അപ്പൊ ഈ റൊമാൻസ്, പ്രേമമൊക്കെ അപ്പൊ എന്റെ മനസ്സിലും ഒരു പ്രേമമുണ്ടായിരുന്നു. അതുമൊക്കെ ഈ ചിത്രത്തിലൂടെ വെളിയിൽ വരണം. എന്റെ മനസ്സിലൊരു പ്രേമമുണ്ടായിരുന്നു. പക്ഷേ ആ പ്രേമം പുറത്ത് പറയാനുള്ള അവസരം എനിക്ക് കിട്ടിയിട്ടില്ല. എന്ത് വലിയ പ്രശ്നം. ഞങ്ങൾ തമ്മിലുള്ള ആ ബന്ധം ആരും അറിഞ്ഞില്ല. എന്റെ മനസ്സിൽ മാത്രം ഉണ്ടായിരുന്ന ഒരു കാര്യം. ആ കുട്ടിക്ക് പോലും അറിയാമായിരുന്നില്ല ആ പ്രേമം. പിന്നൊന്നും പറയാനില്ല. ഒളിച്ചു വെച്ചു, പൊതിഞ്ഞുകൊണ്ട് നടന്നു, ഉള്ളിൽ വെച്ചുകൊണ്ട് നടന്നു. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ സിനിമ കണ്ടിട്ട് ആ കുട്ടി നിങ്ങളെ വീട്ടിലേക്ക് വരണമെന്നാണോ നിങ്ങളെ ചിന്ത? അപ്പൊ രണ്ടുപേരും അവരുടെ ഭാര്യ മക്കളും ഈ കുട്ടിയും വരും. അപ്പൊ പ്രശ്നമില്ല കൽമാടിയാരെ. വേണ്ട, അത് പേടിക്കണ്ട. ആ പെൺകുട്ടി ഇന്ന് മറ്റൊരാളുടെ ഭാര്യയാണ്. നാളെ രാവിലെ ഷൂട്ടിംഗ് തുടങ്ങാമോ? ഷൂട്ടിംഗ് ഒക്കെ തുടങ്ങാൻ കൽമാടിയാരെ. നിങ്ങളെ കഥ കേട്ടിട്ട് സ്ക്രിപ്റ്റ് കണക്ക് ചെയ്തിട്ടുണ്ട്. അതിനു മുമ്പ് നമുക്ക് ഈ അഭിനയത്തിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ്. എന്റെ അഭിനയത്തിൽ നിങ്ങൾക്ക് വിശ്വാസമില്ല എന്ന് തോന്നുന്നു. അല്ല, കൽമാടിയാരെ വിശ്വാസമൊക്കെ ഉണ്ട്. പിന്നെ അല്ല, ഇപ്പൊ നമ്മളൊരു സിനിമയുടെ ഷൂട്ടിങ്ങിന് വേണ്ടി പുതിയ നടന്മാരൊക്കെ വരുമ്പോഴേ നമ്മൾ അവർക്ക് വേണ്ടി ഒരു റിഹേഴ്സൽ ക്യാമ്പയിൻ ഒക്കെ നടത്താറുണ്ട്. എന്നെ ടെസ്റ്റ് ചെയ്യാൻ അങ്ങനെ കഥയിൽ ഈ കഥാപാത്രത്തിന് ഏതൊക്കെ ഏരിയയിലൂടെ സഞ്ചരിക്കാമെന്നും കൂടുതലായിട്ട് എനിക്ക് എടുക്കാനും എഴുതാനും പറ്റും. ഇപ്പൊ 2 ദിവസം. ശരി, അതിൽ കൂടുതൽ ഞാൻ വഴങ്ങില്ല. 2 ദിവസം ഈ റിഹേഴ്സൽ ക്യാമ്പ്, അതിന്റെ പിറ്റേ ദിവസം രാവിലെ ഷൂട്ടിംഗ് തുടങ്ങിയിരിക്കണം. ഓക്കെ ഓക്കെ, അത് മതി. അല്ല, ഞങ്ങള് നിന്ന നിപ്പിലാണ് ഇവരെല്ലാരും കൂടെ ഞങ്ങൾ ഇനി പിടിച്ചോണ്ട് വന്നത്. അതെ, കയ്യിൽ കണ്ടോ നേരെ പറഞ്ഞ എന്തെങ്കിലും തുണിയൊക്കെ കൊടുത്തു റിഹേഴ്സലൊക്കെ ചെയ്താൽ പോരെ. ഇവരുടെ താമസ സ്ഥലത്ത് കൊണ്ടുപോയി ഡ്രസ്സൊക്കെ കൊടുത്തിട്ട് വരും. പൊക്കോളൂ. നാളെ രാവിലെ റിഹേഴ്സൽ. ശരി കൽമാടിയാർ.